ഹായ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടി തന്നെയാണ് ബോഗൺവില്ല. കടലാസ് പൂക്കൾ എന്നും അറിയപ്പെടാറുണ്ട്. വളരെ ഭംഗിയാണ്. പ്രത്യേകിച്ച് ഡിസംബർ ജനുവരി മാസങ്ങളാണ് ഇത് നന്നായിട്ട് പൂക്കുന്നത്. വളരെ വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി തന്നെയാണ്. കാണാനും നിറയെ ഭംഗിയാണ്. അതുപോലെ നിറയെ പൂക്കൾ നിൽക്കുമ്പോൾ നിറയെ കണ്ടില്ല. ഇത് മണ്ണിൽ നട്ടുകൊടുത്തിട്ടുള്ള ഒരു ബോഗൺവില്ലയാണ്. ഇതിൽ നിന്നൊരു കുഞ്ഞ് കമ്പ് വെട്ടി നട്ടുപിടിപ്പിക്കുന്ന ഒരു രീതിയാണ് മെത്തേഡ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാം. ഒരു സിമ്പിൾ മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഒരുപാട് കമ്പ് വെച്ചു, പക്ഷേ ഒന്നും പിടിച്ച് കിട്ടിയില്ല. അപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് എനിക്ക് വളരെ പെട്ടെന്ന് അതിന് വേര് പിടിച്ച് കിട്ടി. അങ്ങനെ ഒരു മെത്തേഡ് കാണിക്കാമെന്ന് വെച്ചിട്ട്. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ രീതിയാണ്. അതായത് എൻ്റെ മണ്ണും എംസാൻഡും ഉണക്ക ചാണകപ്പൊടിയും ലേശം ചകിരിച്ചോറുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ചേർന്ന മിശ്രിതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കൊരു കുഞ്ഞു കമ്പ്, നമ്മളെപ്പോഴും കുഞ്ഞു കമ്പ് എന്ന് വെച്ചാൽ വളരെ ഇളന്ന കമ്പേ കട്ട് ചെയ്തെടുക്കാവൂ. ഏതൊരു ചെടിയുടെ ആയാലും മുറ്റിയ കമ്പ് എടുക്കരുത്. അപ്പോൾ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കണ്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ വളരെ സക്സസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് ബോഗൺവില്ലയാണെങ്കിൽ പിടിച്ച് കിട്ടാൻ നമ്മളൊരു കമ്പ് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പാടാണ് വേര് പിടിച്ചിട്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാം. വളരെ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ ലേശം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏതൊരു കമ്പ് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഇതിന് ശേഷമാണ് നമ്മൾ ഏറ്റവും യൂസ് ചെയ്യുന്ന മെത്തേഡ് സക്സസ് ആവുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇതൊന്ന് ഈ ചട്ടിയും ഇതേയും കൂടെ അങ്ങോട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. തൈ തട്ടാതെ ഇതുപോലെ നമുക്ക് ഏത് വേര് പിടിച്ച് കിട്ടാൻ പാടുള്ള കമ്പും നല്ലതുപോലെ വേര് പിടിപ്പിച്ച് കിട്ടാനായിട്ട് വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഈർപ്പം ഉണ്ടല്ലോ, നമ്മളൊരു പ്ലാസ്റ്റിക് കവറിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് മൂടി കെട്ടി വെക്കുക. പിന്നെ ഒരു 3 ദിവസത്തേക്ക് അഴിക്കുകയേ വേണ്ട. അപ്പോൾ ഈ ഒരു ഈർപ്പത്തിൽ ഇതിരുന്നിട്ട് നമുക്ക് ഒരു പെട്ടെന്ന് വേരിറങ്ങി കിട്ടും. അങ്ങനെ ഒരാഴ്ചയോളം കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ വേര് വന്ന് തുടങ്ങും. പിന്നെ 2 ആഴ്ച ആകുമ്പോഴത്തേക്കും നല്ലതുപോലെ ഒരു തൈയായി കിട്ടും. അപ്പോൾ ഇതൊരു തീരെ സൂര്യപ്രകാശം ലഭിക്കാത്ത ഭാഗത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. ഒരു 3 ദിവസം കൂടുമ്പോൾ മാത്രം ഒന്ന് അഴിച്ച് നോക്കിയിട്ട് ലേശം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഓക്കെ.